ഹായ് ഓൾ, എല്ലാവർക്കും ബിഗ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് HSST കൊമേഴ്സ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻകം ടാക്സ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇൻകം ടാക്സ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഹെഡ് ഓഫ് ഇൻകം നമുക്കറിയാം. 5 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട്. ആ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഏരിയയിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ ജനറലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. സോ നമ്മുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ഇതാണ്: when dealing with a rented property, if the rent collected surpasses the fair value set by the municipality, which sum is used in tax calculation? അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ മനസ്സിലാക്കുക. അതായത് ഒരു റെന്റഡ് പ്രോപ്പർട്ടിനെ പറ്റിയുള്ള ചോദ്യമാണ്. ദാറ്റ് ഇസ് ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വെൻ ഡീലിംഗ് വിത്ത് എ റെന്റഡ് പ്രോപ്പർട്ടി, നിങ്ങളൊരു വീട് വാടക കൊടുത്തു. ഇഫ് ദ റെന്റ് കളക്റ്റഡ് സർപാസസ് ദ ഫെയർ റെന്റൽ വാല്യൂ, അതായത് നിങ്ങൾ കളക്ട് ചെയ്ത റെന്റ് ഫെയർ റെന്റൽ വാല്യൂവിനേക്കായ മുകളിലാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇഫ് ദ റെന്റ് കളക്റ്റഡ് സർപാസസ് ദ ഫെയർ റെന്റൽ വാല്യൂ, ഫെയർ റെന്റൽ വാല്യൂവിലേക്ക് മേളാണ് നിങ്ങൾ എന്ത് ചെയ്ത് ആക്ച്വലി കളക്ട് ചെയ്ത റെന്റെങ്കിൽ സെറ്റ് ബൈ ദ മുനിസിപ്പാലിറ്റി, ഫെയർ റെന്റൽ വാല്യൂ മുനിസിപ്പാലിറ്റി ഫിക്സ് ചെയ്യുന്നൊരു വാല്യൂ ആണ്. വിച്ച് സം ഈസ് യൂസ്ഡ് ഇൻ ടാക്സ് കാൽക്കുലേഷൻ, നിങ്ങൾ ഏത് വാല്യൂ മേലാണ് ടാക്സ് അടയ്ക്കേണ്ടത്? ദാറ്റ് ഈസ് ആക്ച്വൽ റെന്റ് മേലാണോ അതോ ഫെയർ റെന്റൽ വാല്യൂ മേലാണോ ടാക്സ് അടയ്ക്കേണ്ടത്? അവിടെ ഓപ്ഷൻസ് ഉണ്ട്: ആക്ച്വൽ റെന്റ് റിസീവ്ഡ്, ഫെയർ റെന്റൽ വാല്യൂ, ദ ഹയർ ഓഫ് ദ ആക്ച്വൽ റെന്റ് ഓർ ഫെയർ റെന്റൽ വാല്യൂ, ദ ലോവർ ഓഫ് ആക്ച്വൽ റെന്റ് ഓർ ഫെയർ റെന്റൽ വാല്യൂ എന്നുള്ള 4 ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് ആൻസറിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോട്ട്സിലേക്ക് നമ്മൾ പോയാലാണ് നമുക്ക് ഇതിനൊരു ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. സോ നമ്മൾ ആ ഒരു ഏരിയയിലേക്കാണ് പോകുന്നത്. സോ നമ്മുടെ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന സെക്കൻഡ് ഹെഡ് ഓഫ് ഇൻകത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് ആനുവൽ വാല്യൂ. ഓക്കെ, നമുക്കറിയാം ആനുവൽ വാല്യൂവിൻ മേലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് പല ആളുകൾക്കും, അതായത് ഇപ്പോൾ ഈ പറയുന്ന നമ്മളുടെ ഈ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിച്ച ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്കറിയാം. അത് പഠിക്കാത്ത ആളുകളെ സംബന്ധിച്ച് അവർ മനസ്സിൽ വിചാരിച്ചിരിക്കുക, നമ്മൾ വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് ആക്ച്വലി നമ്മൾ കിട്ടുന്ന റെൻ്റായിട്ട് റിസീവ് ചെയ്യുന്ന ഇൻകത്തിന്മേലാണ് ടാക്സ് അടയ്ക്കേണ്ടത് എന്നുള്ളതാണ് പലരും ധരിച്ചിരിക്കുക. ഓക്കെ, അതല്ലാത്തവർക്കറിയാം ഏത് മേലാണ്, ആനുവൽ വാല്യൂ മേലാണെന്ന് അറിയാവുന്ന ആളുകളുണ്ട്. ഓക്കെ, പക്ഷേ ആനുവൽ വാല്യൂവിൻ്റെ കാൽക്കുലേഷൻ എല്ലാവരും ഓർത്തിരിക്കണമെന്നില്ല. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചു പോയ ഒരു കാര്യമായിരിക്കും അല്ലേ. സോ ഹിയർ വാട്ട് ഈസ് ആനുവൽ വാല്യൂ? എന്താണ് ആനുവൽ വാല്യൂ? ആനുവൽ വാല്യൂ മേലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടാക്സ് അടയ്ക്കേണ്ടത്, നോട്ട് ഓൺ ആക്ച്വൽ റെൻറ്റ്. അപ്പോൾ എന്താണ് ആനുവൽ വാല്യൂ? ടാക്സ് ഈസ് ലെവിഡ് ഓൺ ആനുവൽ വാല്യൂ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി. നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത് ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് ആ വാടക കിട്ടുന്ന വരുമാനത്തിന്മേൽ ടാക്സ് അടയ്ക്കുന്ന ആക്ച്വലി കിട്ടിയ വരുമാനത്തിന്മേലല്ല, എന്തുമേലാണ്? ആനുവൽ വാല്യൂവിന്മേലാണ്. അപ്പോൾ എന്താണ് ആനുവൽ വാല്യൂ? ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ബേസ്ഡ് ഓൺ റീസണബിൾ റെൻറ്റ്. നമ്മൾ കൊടുക്കുന്ന വീട്, വാടക കൊടുക്കുന്ന വീടിന് റീസണബിൾ ആയിട്ട് എന്ത് റെൻറ്റ് കിട്ടുമോ ആ റീസണബിൾ റെൻറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ആനുവൽ വാല്യൂ എന്ന് വിളിക്കുന്നത്. ആ ആനുവൽ വാല്യൂ മേലാണ് ടാക്സ് അടയ്ക്കേണ്ടത്. അതല്ലാതെ നമ്മൾ ആക്ച്വലി നമ്മൾ റിസീവ് ചെയ്ത റെൻ്റ് മേലല്ല. കാരണം ഇതിൽ ഒരുപാട് തട്ടിപ്പുകൾ നടത്താൻ ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ, ഞാൻ വീട് വാടകയ്ക്ക് കൊടുത്തു, ആക്ച്വലി ആ വീടിൻ്റെ വാടക എന്ന് പറയുന്നത് 15,000 വാടകയ്ക്ക് കൊടുക്കുന്നൊരു വീടാണ്. ഞാൻ അയാളുടെ അടുത്ത് എന്ത് ചെയ്തു? എല്ലാ മാസവും പൈസയായിട്ട് റിസീവ് ചെയ്യുന്നത് ഒരു 5,000 റുപ്പീസ് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അക്കൗണ്ടിലേക്ക് മേടിക്കും. ബാക്കി 10,000 റുപ്പീസ് ബൈ ക്യാഷ് ആയിട്ട് മേടിക്കും. ഓക്കെ, എന്നിട്ട് ഞാൻ കണക്കിൽ കാണിക്കുന്നത് വാടകയായിട്ട് കിട്ടിയത് 5,000 രൂപ മാത്രമാണെന്ന് ഞാൻ കാണിക്കും. സോ ഇങ്ങനെ കള്ളത്തരങ്ങൾ നടത്താനുള്ള സാധ്യതകൾ കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മളുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ട്രിക്കി ആയിട്ട് ഇങ്ങനൊരു ആനുവൽ ഇൻകത്ത് മേലാണ് ടാക്സ് അടയ്ക്കേണ്ടത്, അല്ലാതെ നിങ്ങൾ ആക്ച്വലി റിസീവ് ചെയ്ത ഇൻകത്ത് മേലല്ല ടാക്സ് അടയ്ക്കേണ്ടതെന്നുള്ള ട്രിക്കി ആയിട്ടുള്ളൊരു നിയമം അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സോ ഹിയർ ആനുവൽ വാല്യൂ ഇസ് എ സം ഫോർ വിച്ച് ദ പ്രോപ്പർട്ടി മൈറ്റ് റീസണബിളി ബി എക്സ്പെക്റ്റഡ് ടു ലെറ്റ് ഔട്ട് ഫ്രം ഇയർ ടു ഇയർ. നിങ്ങളൊരു വീട് വാടകയ്ക്ക് ഒരു വർഷത്തേക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് ഇയർ ടു ഇയർ നിങ്ങൾക്ക് എത്ര വാടക കിട്ടുമോ, റീസണബിൾ ആയിട്ട് എത്ര റെൻറ്റ് കിട്ടുമോ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ആനുവൽ വാല്യൂ എന്ന് വിളിക്കുന്നത്. സോ ഹിയർ ഇറ്റ് മേ നോട്ട് ബി ദ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ്. അത് എന്താവണമെന്നില്ല, ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ആവണമെന്നില്ല. ചിലപ്പോൾ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ആവാം, നിങ്ങൾ യഥാർത്ഥ കണക്ക് കാണിക്കുന്നതാവാം, ചിലപ്പോൾ അതാവണമെന്നില്ല ഫ്രം ദ ഹൗസ് പ്രോപ്പർട്ടി. സോ ഇതിനെയാണ് ആനുവൽ വാല്യൂ എന്ന് വിളിക്കുന്നത്. സോ ഈ ആനുവൽ വാല്യൂവിൻ്റെ ഡിറ്റർമിനേഷനിലേക്ക് നമ്മൾ പോകാം. ഡിറ്റർമിനിങ് ആനുവൽ വാല്യൂ, ഇത് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? In determining annual value, there are 4 factors which are normally taken into consideration. These are actual rent received or receivable. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്?
നമ്മൾ റെൻറ്റിന് കൊടുത്തിട്ട് ആക്ച്വലി കിട്ടിയ റെൻറ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ വാടക കൊടുത്തിട്ടുണ്ട്, വാടക കിട്ടിയിട്ടില്ല, ഇങ്ങോട്ട് തരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടിയതിനെ കിട്ടാൻ പോകുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ രണ്ടും പരിഗണിക്കണം. അപ്പോൾ അറിഞ്ഞിരിക്കുക, റിസീവ്ഡും പരിഗണിക്കണം, റിസീവബിളും പരിഗണിക്കണം. ദെൻ മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ, ഇതിനെ നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കുന്നത് എന്താണ്, MRV എന്നാണ് കേട്ടോ, മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ. അടുത്താണ് ഫെയർ റെൻ്റൽ വാല്യൂ, FRV എന്ന് വിളിക്കും. അടുത്താണ് സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ, ദാറ്റ് ഈസ് SRV എന്ന് വിളിക്കും. സോ ഓരോന്നിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. എന്താണ് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ, എന്താണ് ഫെയർ റെൻ്റൽ വാല്യൂ, എന്താണ് സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കുകയാണ് ഫെയർ റെൻ്റൽ വാല്യൂ, ദാറ്റ് ഈസ് FRV. എന്താണ് FRV? ദ റെൻറ്റ് വിച്ച് എ സിമിലർ പ്രോപ്പർട്ടി വിത്ത് സിമിലർ ഫീച്ചേഴ്സ് ഈസ് ഇൻ ദ സെയിം ഓർ സിമിലർ ഏരിയ വുഡ് ഫെച്ച് ഈസ് ദ ഫെയർ റെൻ്റൽ വാല്യൂ. അതായത് നിങ്ങൾ ഒരു 2 BHK അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ വാടക നിങ്ങളുടെ നാട്ടിൽ വാടകയ്ക്ക് കൊടുക്കണം. അതുപോലെ തന്നെയുള്ള അതേ സ്ക്വയർ ഫീറ്റിൽ തന്നെയുള്ള ഒരു 2 BHK അപ്പാർട്ട്മെൻറ്റ് അതേ നാട്ടിൽ തന്നെ എത്രയാണോ വാടകയ്ക്ക് കൊടുക്കുന്നത്, അതുപോലെ കുറേ വീടുകൾ വാടക കൊടുക്കുന്നുണ്ടാവില്ല, ആ വാടകയുടെ റേറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്, ഫെയർ റെൻ്റൽ വാല്യൂ. ആ നാട്ടിലുള്ള ആ ആവറേജ് ഫെയർ റെൻ്റൽ വാല്യൂ ആണ് എടുക്കുന്നത്. സോ ഫെയർ റെൻ്റൽ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ലെറ്റ് ഔട്ട് ചെയ്ത ഹൗസ് പ്രോപ്പർട്ടിക്ക് സിമിലർ ആയിട്ടുള്ള അതേ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള മറ്റൊരു ബിൽഡിങ്ങിന് കിട്ടുന്ന വാടകേനെയാണ് എന്ത് വിളിക്കുന്നത്, ഫെയർ റെൻ്റൽ വാല്യൂ. ദ റെൻറ്റ് വിച്ച് എ സിമിലർ പ്രോപ്പർട്ടി വിത്ത് സിമിലർ ഫീച്ചേഴ്സ് ഇൻ ദ സെയിം ഓർ സിമിലർ ഏരിയ വുഡ് ഫെച്ച് ഈസ് ദ ഫെയർ റെൻ്റൽ വാല്യൂ. അപ്പോൾ FRV എന്ന് വെച്ചാൽ സിമിലർ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ദെൻ അടുത്തതാണ് സ്റ്റാൻഡേർഡ് റെൻറ്റ്, ദാറ്റ് ഈസ് കോൾഡ് SRV, സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ. എന്താണ് സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ? അണ്ടർ ദ റെൻറ്റ് കൺട്രോൾ ആക്ട് എ സ്റ്റാൻഡേർഡ് റെൻറ്റ് ഈസ് ഫിക്സ്ഡ് ആൻഡ് ഓണേഴ്സ് കനോട്ട് റിസീവ് ഹയർ ദാൻ ദ സ്പെസിഫൈഡ് റെൻറ്റ് കൺട്രോൾ ആക്ട്. അതായത് റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ട്. അപ്പോൾ റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരം നാട്ടിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും ഇത്ര രൂപയാണ് റെൻറ്റ് മേടിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത്ര രൂപയിൽ മേളിൽ റെൻറ്റ് മേടിക്കാൻ പാടില്ല എന്നൊരു റെൻറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂവിനാണ് വിളിക്കുന്നത് SRV അഥവാ സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂവിൻ്റെ മേളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വാടക മേടിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം പറയുന്നത്. ഓക്കെ, അത് ഇൻകം ടാക്സിലെ നിയമമല്ല, ഏത് നിയമമാണ് അത്, റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരമുള്ള നിയമമാണ്. സപ്പോസ് ഇനി സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂവിനേക്കാൾ മേളിൽ നിങ്ങൾ വാടക മേടിച്ചു എന്നിരിക്കട്ടെ, അതൊന്നും ഇവിടെ പ്രശ്നമല്ല, നിങ്ങൾ മേടിച്ചോ ടാക്സ് അടയ്ക്കേണ്ടി വരും, അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കേസാണ്. അപ്പോൾ എനിവേ ഈ SRV എന്ന് പറയുന്നത് അവിടെ ഫിക്സ് ചെയ്തിരിക്കുന്ന വാല്യൂവിനെയാണ് അവിടെ പറയുന്നത്. സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ വെച്ചാൽ നമുക്ക് ഈ റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു വാല്യൂ ആണ് SRV എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ്, അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ, ദാറ്റ് ഈസ് MRV. അതായത് നമ്മുടെ മുനിസിപ്പൽ അതോറിറ്റി ഉണ്ടല്ലോ, ആ മുനിസിപ്പൽ അതോറിറ്റി നമ്മളുടെ വീടിന് ഒരു വാല്യൂ നിശ്ചയിച്ചിട്ടുണ്ടാവും, അതിനാണ് എന്ത് വിളിക്കുന്നത്, മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ മുനിസിപ്പൽ അതോറിറ്റി ഫിക്സ് ചെയ്ത വാല്യൂ ആണ് മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ. ഫെയർ റെൻ്റൽ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീടിന് സമാനമായിട്ടുള്ള വീടിന് കിട്ടുന്ന വാടകേനെയാണ് വിളിക്കുന്നത് ഫെയർ റെൻ്റൽ വാല്യൂ. റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരം ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു വാല്യൂവിനാണ് വിളിക്കുന്നത് സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇതിൻ്റെ ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ആനുവൽ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. കമ്പയർ MRV വിത്ത് FRV. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, MRVയും FRVയും തമ്മിൽ കമ്പയർ ചെയ്യണം. വാട്ട് ഈസ് MRV? മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ. മുനിസിപ്പൽ റെൻ്റൽ വാല്യൂവും ഫെയർ റെൻ്റൽ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യാം. എന്നിട്ട് ഏത് വാല്യൂ എടുക്കണം, ഹയസ്റ്റ് വാല്യൂ എടുക്കണം. അപ്പോൾ MRV FRV തമ്മിൽ കമ്പയർ ചെയ്യുന്നു, ഹയസ്റ്റ് വാല്യൂ എടുക്കുന്നു. ദെൻ കമ്പയർ ദ ഹയസ്റ്റ് വാല്യൂ വിത്ത് SRV. എന്നിട്ട് ഇവിടെ ഒരു ഹയസ്റ്റ് വാല്യൂ കിട്ടിയല്ലോ, അതായത് MRV FRV തമ്മിൽ കമ്പയർ ചെയ്ത, ഫോർ എക്സാമ്പിൾ FRV ആണ് ഹയസ്റ്റ് വാല്യൂ എന്ന് വിചാരിക്കും, ആ ഹയസ്റ്റ് വാല്യൂ SRV തമ്മിൽ കമ്പയർ ചെയ്യണം. വാട്ട് ഈസ് SRV? സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ. ഓക്കെ, ആ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ലോവസ്റ്റ് വാല്യൂ എടുക്കണം. സോ MRV FRV ഹയസ്റ്റ് വാല്യൂ, ആ ഹയസ്റ്റ് വാല്യൂം SRV തമ്മിൽ കമ്പയർ ചെയ്യുന്നു, ലോവസ്റ്റ് വാല്യൂ. ആ ലോവസ്റ്റ് വാല്യൂ എടുക്കുന്നതിനെ നമ്മൾ ഇനി എന്ത് വിളിക്കും, ERV എന്ന് വിളിക്കും, ദാറ്റ് ഈസ് കോൾഡ് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ എന്ന് വിളിക്കും. ദെൻ അടുത്തത് കമ്പയർ ERV വിത്ത് ആക്ച്വൽ റെൻറ്റ്. അപ്പോൾ നമുക്ക് ERV കിട്ടി. അപ്പോൾ എന്താണ് ERV? MRV വിത്ത് FRV ഹയസ്റ്റ് വാല്യൂ എടുക്കുന്നു, ആ ഹയസ്റ്റ് വാല്യൂ SRV സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യുന്നു, ലോവസ്റ്റ് വാല്യൂ എടുക്കുന്നു. ആ ലോവസ്റ്റ് വാല്യൂവിന് എന്താ വിളിക്കുന്നത്, ERV, ദാറ്റ് ഈസ് കോൾഡ് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ എന്ന് വിളിക്കും. ആ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ ദാറ്റ് ഈസ് ERVയും ആക്ച്വൽ റെൻറ്റും നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. സോ ക്യാൻ ഡിഡക്ട് അൺറിയലൈസ്ഡ് റെൻറ്റ് ഫ്രം ആക്ച്വൽ റെൻറ്റ്. അപ്പോൾ ആക്ച്വൽ റെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് 12 മാസം വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന റെൻറ്റിനെയാണെന്ന് വിളിക്കുന്നത് ആക്ച്വൽ റെൻറ്റ്.
അപ്പോൾ ആക്ച്വൽ റെൻ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 12 മാസത്തെ വാടക ഉണ്ടാവും. ആ വാടകയിൽ നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യാം? അൺറിയലൈസ്ഡ് റെൻ്റ് എന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ 12 മാസത്തിൽ ഒരു മാസത്തെ റെൻ്റ് അൺറിയലൈസ്ഡ് റെൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 11 മാസത്തെ റെൻ്റ് ആയിരിക്കും എന്ത്? ആക്ച്വൽ റെൻ്റ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ആക്ച്വൽ റെൻ്റ്? നമുക്ക് എന്താണോ റെൻറ്റ്, ആ റെൻറ്റിൽ നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യാം? അൺറിയലൈസ്ഡ് റെൻറ്റ് മൈനസ് ചെയ്ത് കിട്ടുന്ന റെൻറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? ആക്ച്വൽ റെൻറ്റ്. ആ ആക്ച്വൽ റെൻറ്റും ERV ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യുക. എന്നിട്ട് ഏത് വാല്യൂ എടുക്കുക? ഹയസ്റ്റ് വാല്യൂ എടുക്കുക. ആ ഹയസ്റ്റ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ആനുവൽ റെൻ്റൽ വാല്യൂ. ഓക്കെ, എന്തായിട്ടുള്ളൂ? ആനുവൽ റെൻ്റൽ വാല്യൂ ദാറ്റ് ഈസ് ARV ആയിട്ടുള്ളൂ. ഏതായിട്ടില്ല? ആനുവൽ വാല്യൂ ആയിട്ടില്ല. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആനുവൽ റെൻ്റൽ വാല്യൂ ആണ്. ദെൻ ഇനി ഉണ്ട് എന്താണ് സ്റ്റെപ്പ്? ലോസ് ഡ്യൂ ടു വേക്കൻസി. നിങ്ങൾ ചിലപ്പോൾ വാടക കൊടുത്തു. ഇപ്പോൾ 12 മാസം ചിലപ്പോൾ വാടക കൊടുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ 11 മാസമായിരിക്കും വാടക കൊടുത്തിരിക്കുന്നത്. ഒരു മാസം ആരും താമസിക്കാനുണ്ടായില്ല എങ്കിൽ വേക്കൻസി പീരീഡിൽ ലോസ് വന്നിട്ടുണ്ടാവും. സോ ആ ലോസ് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ഏതിൽ നിന്ന്? ആനുവൽ റെൻ്റൽ വാല്യൂ നിന്ന് വേക്കൻസി പീരീഡിൽ ലോസ് മൈനസ് ചെയ്യാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ആനുവൽ റെൻ്റൽ വാല്യൂ എന്നാണ് വേക്കൻസി പീരീഡിൽ ലോസ് മൈനസ് ചെയ്യുന്നത്. വേക്കൻസി പീരീഡിൽ ലോസും അൺറിയലൈസ്ഡ് റെൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. വേക്കൻസി പീരീഡിൽ ലോസ് എന്ന് വെച്ചാൽ വാടകയ്ക്ക് കൊടുത്തിട്ട് വേക്കൻസി പീരീഡിൽ ലോസ് എന്ന് വെച്ചാൽ വാടകയ്ക്ക് കൊടുത്തിട്ടില്ല, ആരും താമസിക്കാനില്ലാതെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന ലോസാണ്. സോ ദാറ്റ് ഈസ് ലോസ് ഡ്യൂ ടു വേക്കൻസി. ദെൻ വാട്ട് ഈസ് അൺറിയലൈസ്ഡ് റെൻറ്റ്? നമ്മൾ വാടകയ്ക്ക് കൊടുത്തു, പക്ഷേ അദ്ദേഹം വാടക തന്നില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണത് അൺറിയലൈസ്ഡ് റെൻറ്റ്. ഓക്കെ, ദെൻ ഗ്രോസ് ആനുവൽ വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആനുവൽ റെൻ്റൽ വാല്യൂ നമ്മൾ എന്ത് കുറയ്ക്കണം? വേക്കൻസി പീരീഡിൽ ലോസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണെന്ത്? ഗ്രോസ് ആനുവൽ വാല്യൂ. ഓക്കെ, ആ ഗ്രോസ് ആനുവൽ വാല്യൂ നമുക്ക് എന്ത് മൈനസ് ചെയ്യാം? ലെസ് മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദ ഓണർ. ഓണർ തന്നെ, ആ ബിൽഡിങ്ങിൻ്റെ ഓണറായിട്ടുള്ള നമ്മൾ തന്നെയാണ് മുനിസിപ്പൽ ടാക്സ് അടച്ചതെങ്കിൽ നമുക്കത് മൈനസ് ചെയ്യാം. പക്ഷേ വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തിയാണ് മുനിസിപ്പൽ ടാക്സ് അടച്ചെങ്കിൽ മൈനസ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഉണ്ടായേക്കാം. സോ മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ഓണർ ആണെങ്കിൽ നമുക്കത് മൈനസ് ചെയ്യാം. അത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനാണ് അത് വിളിക്കുന്നത് നെറ്റ് ആനുവൽ വാല്യൂ എന്ന് വിളിക്കുന്നത്. ഈ നെറ്റ് ആനുവൽ വാല്യൂ മേലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ടാക്സ് അടയ്ക്കണം. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നേരെ ഈ നെറ്റ് ആനുവൽ വാല്യൂ മേലെ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. നമുക്ക് കുറേയധികം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസും അതുപോലെ തന്നെ കുറേയധികം എക്സംഷൻസും പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിലെ ഇൻട്രസ്റ്റും അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? വീണ്ടും ഡിഡക്റ്റൊക്കെ ചെയ്യാനുണ്ട്. സോ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ആനുവൽ വാല്യൂവിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. സോ നമ്മളുടെ ബിഗ് ലേണിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു HSST കൊമേഴ്സിൻ്റെ ഒരു ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സിൻ്റെ പുതിയ ഒരു ബാച്ച് നമ്മളിവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കൊമേഴ്സിൻ്റെ മറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ കോഴ്സിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് പ്ലസ് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല ആളുകൾക്കും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സുകൾ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ ക്ലാസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ്. ഈ ഏരിയയിലായിട്ട് വർഷങ്ങളായിട്ട് ക്ലാസ് എടുക്കുന്ന അധ്യാപകരാണ് നമ്മളുടെ കൂടെ ഉള്ളത്. അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, വർക്ക് സെഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ മെൻറ്റർഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ടെസ്റ്റ് മൊഡ്യൂൾ, പ്രീവിയസ് ഇയറിലെ MCQ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് പ്രീവിയസ് ഇയർ MCQs ഉണ്ട്. സോ ഇതെല്ലാം നമ്മളെ കൂടുതലായിട്ട് ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഏരിയയാണ്. സോ വീഡിയോ ബേസ്ഡ് നോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ വാട്സാപ്പ് കമ്മ്യൂണിറ്റീസ്. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അധ്യാപകരായിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡായിട്ടും നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ട്സ് പോലുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ HSST കൊമേഴ്സിൻ്റെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ ഹിയർ നമ്മളിവിടെ പറഞ്ഞല്ലോ നെറ്റ് ആനുവൽ വാല്യൂ വരെയാണ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത്. ഈ നെറ്റ് ആനുവൽ വാല്യൂയിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഡിഡക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് റെഡ്യൂസ് 30% NAV ടുവാർഡ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സെക്ഷൻ 24 പഠിച്ചിരുന്നോ? സെക്ഷൻ 24 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഏത് സെക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്? സോ സെക്ഷൻ 24
എന്താണ് റെഡ്യൂസ് 30% NAV. ആ NAVയിൽ നിന്ന് നെറ്റ് ആനുവൽ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ചെയ്യാം. നമുക്കറിയാം ഇൻകം ഫ്രം സാലറിയിൽ ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്, അത് എത്രയാണ്, 50,000 ആണ് അല്ലേ. ഇവിടെ എങ്ങനെയാണ്, NAVയുടെ 30% നമുക്ക് എന്ത് കിട്ടും, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. 30% ഓൺ NAV ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ ഫ്രം NAV അണ്ടർ സെക്ഷൻ 24 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്. ദെൻ ഇനി എന്തുകൂടി ചെയ്യാം, റെഡ്യൂസ് ഹോം ലോൺ ഇൻട്രസ്റ്റ്. നമ്മൾ വീടിന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യാം. ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 ഈസ് ഓൾസോ അവൈലബിൾ ഫോർ ഇൻട്രസ്റ്റ് പേ ഡ്യൂറിംഗ് ദ ഇയർ ഓൺ ഹൗസിംഗ് ലോൺ അവൈൽഡ്. വീടിൻ്റെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് മാത്രമാണ്, EMI എമൗണ്ട് അല്ല കേട്ടോ, ആ ഇൻട്രസ്റ്റ് എമൗണ്ട് മൈനസ് ചെയ്യാം. മോറോവർ ഡിറ്റർമിൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇത്തരത്തിലുള്ള ഹോം ലോൺ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കുറേ ഇൻട്രസ്റ്റുകളൊക്കെ ഉണ്ട്, ഇതൊക്കെ മൈനസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ മറ്റുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എനിവേ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മൈനസ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കിട്ടും. സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, നെറ്റ് ആനുവൽ വാല്യൂവിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% റെഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹോം ലോൺ ഇൻട്രസ്റ്റുകളും പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യുന്നു, മൈനസ് ചെയ്യുന്നു. അതിന് കുറേ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്, വരുന്ന ക്ലാസ് നമുക്കത് പഠിക്കാം. സോ എനിവേ ഇതെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന ഇൻകത്തിനാണ് വിളിക്കുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താ, ആക്ച്വലി നമുക്ക് കിട്ടിയ റെൻറ്റ് മേലല്ല ടാക്സ് അടയ്ക്കേണ്ടത്, എന്തുമേലാണ്, നെറ്റ് ആനുവൽ വാല്യൂ, ആനുവൽ വാല്യൂ മേലാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ആ ആനുവൽ വാല്യൂ മേലെ നേരെ ടാക്സ് അടയ്ക്കേണ്ട കാര്യമുണ്ടോ, ഇല്ല. നമുക്ക് കുറച്ച് ഇളവുകളുണ്ട്. 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്, പ്രീ കൺസ്ട്രക്ഷൻ പീരീഡിൽ ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ ഹോം ലോൺ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് മൈനസ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് മേൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ. സോ നെക്സ്റ്റ് അടുത്തതാണ് അൺറിയലൈസ്ഡ് റെന്റ്. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞല്ലോ അൺറിയലൈസ്ഡ് റെന്റ് എന്ന് പറഞ്ഞല്ലോ. സോ അൺറിയലൈസ്ഡ് റെന്റിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അതുകൂടി ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, സബ്സെക്ഷൻ 1 ഓഫ് ദ സെക്ഷൻ 23, അതായത് സെക്ഷൻ 23 സബ്സെക്ഷൻ 1 പ്രകാരം പറയുന്നു, ദ എമൗണ്ട് ഓഫ് റെന്റ് വിച്ച് ദ ഓണർ കനോട്ട് റിയലൈസ് ഷാൽ ബി ഈക്വൽ ടു എമൗണ്ട് ഓഫ് റെന്റ് പേയബിൾ ബട്ട് നോട്ട് പെയ്ഡ് ബൈ ദ ടെനന്റ് ഓഫ് ദ അസസി ആൻഡ് സോ പ്രൂവ്ഡ് ടു ബി ലോസ്റ്റ് ആൻഡ് ഇറിക്കവറബിൾ. വേറൊന്നുമില്ല, നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നു, ആ വാടക താമസിക്കാൻ വന്ന ആൾ നമുക്ക് വാടക തന്നില്ല എന്ന് വിചാരിക്കുക, ഇതിനാണ് എന്ത് വിളിക്കുന്നത്, അൺറിയലൈസ്ഡ് റെൻ്റ് എന്ന് വിളിക്കുന്നത്. പക്ഷേ അൺറിയലൈസ്ഡ് റെൻ്റായിട്ട് നമുക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ നമുക്കറിയാം ആക്ച്വൽ റെൻറ്റിൽ നിന്ന് നമുക്ക് അൺറിയലൈസ്ഡ് റെൻ്റ് മൈനസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ മൈനസ് ചെയ്യണമെങ്കിൽ വെറുതെ മൈനസ് ചെയ്യാൻ പറ്റില്ല, അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് കണ്ടീഷൻ, ദ ടെനൻസി ഈസ് എ ബോണഫൈഡ്, സത്യസന്ധമായിട്ടുള്ള ഒരു മുദ്രപത്രത്തിൽ ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനത്തെ ഒരു ടെനൻസി ആയിരിക്കണം അത്. രണ്ടാമത്തെ കണ്ടീഷൻ, ദ ഡിഫോൾട്ടിംഗ് ടെനന്റ് ഹാസ് വെക്കേറ്റഡ്, അദ്ദേഹം നമ്മുടെ വീട്ടിൽ വാടക ഇപ്പോഴും താമസിക്കാൻ പാടില്ല, അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം, വെക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓർ സ്റ്റെപ്സ് ഹാവ് ബീൻ ടേക്കൺ ടു കമ്പൽ ഹിം ടു വെക്കേറ്റ് ദ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാനുള്ള നിയമ നടപടികൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടാവണം. എന്നാലേ നമുക്ക് എന്ത് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ അൺറിയലൈസ്ഡ് റെൻറ്റ് ആക്ച്വൽ റെൻറ്റിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ, ദ ഡിഫോൾട്ടിംഗ് ടെനന്റ് ഈസ് നോട്ട് ഇൻ ഓക്യുപ്പേഷൻ ഓഫ് എനി അതർ പ്രോപ്പർട്ടി ഓഫ് ദ അസസി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾക്കൊരു വീടുണ്ട്, ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതിന് 4 നില കെട്ടിടമാണ്, അതിൽ ഏറ്റവും താഴത്തെ നിലയിലാണ് അദ്ദേഹം താമസിച്ചത്, വാടക തന്നില്ല. അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഈ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചിട്ട് മേളിലത്തെ വേറെ ഏതെങ്കിലും വീട്ടിൽ താമസിപ്പിക്കുക, അതും പറ്റില്ല. ദാറ്റ് ഈസ് ദ ഡിഫോൾട്ടിംഗ് ടെനന്റ് ഈസ് നോട്ട് ഇൻ ഓക്യുപ്പേഷൻ ഓഫ് എനി അതർ പ്രോപ്പർട്ടി ഓഫ് ദ അസസി. നമ്മളുടെ വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടിയിലും വാടകയ്ക്ക് കിടക്കാൻ പാടില്ല. അപ്പോൾ എന്തൊക്കെയാണ്, ടെനൻസി ബോണഫൈഡ് ആയിരിക്കണം, അതുപോലെ തന്നെ എന്താണ്, അദ്ദേഹം വെക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം, വെക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ വെക്കേറ്റ് ചെയ്യാനുള്ള നിയമ നടപടികൾ നടത്തിയിരിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നു, അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും വീട്ടിൽ മാറി നമ്മളുടെ തന്നെ വേറെ ഏതെങ്കിലും വീട്ടിൽ മാറ്റി താമസിപ്പിക്കാൻ പാടില്ല. ഓക്കെ, the assessee has taken all reasonable steps to institute legal proceeding for the recovery of the unpaid rent. ആ വാടക, തരാത്ത വാടക തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ നിയമ നടപടികളും നമ്മൾ എന്ത് ചെയ്തിരിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ അൺറിയലൈസ്ഡ് റെൻറ്റ് മൈനസ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ഇതിനെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങും അല്ലേ. എനിക്ക് റെൻറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്ച്വൽ റെൻറ്റിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ആനുവൽ റെൻ്റൽ നമ്മുടെ നെറ്റ് ആനുവൽ വാല്യൂ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ചില ശ്രമങ്ങൾ നടത്തും അല്ലേ. അപ്പോൾ ആ ശ്രമങ്ങളെ തടയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള 4 കണ്ടീഷൻസ് വച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കും വെറുതെ എന്ത് ചെയ്യാൻ പറ്റില്ല, അൺറിയലൈസ്ഡ് റെൻ്റ് എന്ന് പറഞ്ഞ് വെറുതെ മൈനസ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും കണ്ടീഷൻസ് പ്രൂവ് ചെയ്താലാണ് ആക്ച്വൽ റെൻറ്റിൽ നിന്ന് അൺറിയലൈസ്ഡ് റെൻറ്റ് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് ആലോചിച്ച് നോക്കുക, എത്രമാത്രം ഒരു ഗൂഢമായിട്ടുള്ളൊരു ആലോചനയിൽ വന്നൊരു നിയമമാണിതെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സോ അൺറിയലൈസ്ഡ് റെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ദെൻ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലൂടെ ഒന്നുകൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണ്. ഫോർ എക്സാമ്പിൾ MRV എന്ന് പറയുന്നത് എന്താണ്, മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ 60,000. അപ്പോൾ ഒരു വീട്, എനിക്കൊരു വീടുണ്ട്, ആ വീടിൻ്റെ മുനിസിപ്പൽ റെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത് അത് മുനിസിപ്പൽ അതോറിറ്റി ഫിക്സ് ചെയ്ത വാല്യൂ 60,000 ആണ് ഒരു വർഷത്തെ.
ഫെയർ റെൻ്റൽ വാല്യൂ എന്ന് പറയുന്നത് 70,000. വാട്ട് ഈസ് ഫെയർ റെൻ്റൽ വാല്യൂ? എൻ്റെ വീടിൻ്റെ സമാനമായിട്ടുള്ള വീട് നാട്ടിൽ വാടക കൊടുക്കുന്ന 70,000 ആണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ MRVയും FRVയും തമ്മിൽ കമ്പയർ ചെയ്യുക, ഹയസ്റ്റ് വാല്യൂ എടുക്കുക. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഹയസ്റ്റ് വാല്യൂ ഇതാണ്. സോ 70,000 എടുത്തു. ദെൻ എന്താണ് SRV? ദാറ്റ് ഈസ് വാട്ട് ഈസ് SRV? സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ. ദാറ്റ് ഈസ് റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരമുള്ള വാല്യൂ ആണ്. സോ അത് എത്രയാണ്? 60,000 ആണെന്ന് വിചാരിക്കുക. സോ 70,000 ഉണ്ട്, 60,000, വിച്ച് എവർ ഈസ് ലോവർ എടുക്കണം. സോ 70,000 60,000 നോക്കുമ്പോൾ ഏറ്റവും ലോവർ ഏതാണ്? 60,000 ആണ്. ഇതാണ് ലോവർ. സോ ദാറ്റ് ഈസ് ERV. ദാറ്റ് ഈസ് വാട്ട് ഈസ് ERV? എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ. ഇനി ആ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വൽ റെൻറ്റ് അല്ലേ, ഇവിടെ നമുക്ക് എന്തുണ്ട്? ആക്ച്വൽ റെൻ്റ് ഉണ്ട്. ആക്ച്വൽ റെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, സോ ആക്ച്വൽ റെൻറ്റ് നമ്മൾ എടുക്കുക. ആക്ച്വൽ റെൻറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റെൻറ്റ് റിസീവബിൾ മൈനസ് അൺറിയലൈസ് റെൻറ്റ്. അപ്പോൾ റെൻറ്റ് റിസീവബിൾ എത്രയാണ്? 1,20,000 റെൻറ്റ് റിസീവബിൾ. അൺറിയലൈസ് റെൻറ്റ് എന്ന് പറയുന്നത് 10,000 ഉണ്ടെന്ന് വിചാരിക്കുക. സോ 1,20,000 മൈനസ് 10,000 എന്ന് പറയുന്നത് 1,10,000 കിട്ടി. സോ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുക. എന്നിട്ട് ചെയ്തെടുക്കേണ്ടത് ഹയസ്റ്റ് വാല്യൂ. അപ്പോൾ എക്സ്പെക്റ്റഡ് റെൻ്റൽ വാല്യൂയും ആക്ച്വൽ റെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഹയസ്റ്റ് വാല്യൂ എടുക്കുക. ദാറ്റ് ഈസ് 1,10,000. ഇതിന് വിളിക്കുന്ന പേരാണ് ARV. ARVനെ വിളിക്കുന്ന പേരെന്താണ്? ആനുവൽ റെൻ്റൽ വാല്യൂ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലെസ് ലോസ് ഡ്യൂ ടു വേക്കൻസി. വേക്കൻസി പീരീഡിൽ ലോസ് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പോൾ വേക്കൻസി പീരീഡിൽ ലോസ് എത്രയാണ്? അത് 2 മാസത്തെ വേക്കൻസി പീരീഡ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ 10,000 × 2 ചെയ്യുക. ദാറ്റ് ഈസ് 20,000. അപ്പോൾ എന്ത് കിട്ടും? ഗ്രോസ് ആനുവൽ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് GAV. ദാറ്റ് ഈസ് 90,000. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണേണ്ടത്? ഗ്രോസ് ആനുവൽ വാല്യൂ പോലുള്ള കാര്യങ്ങളൊക്കെ കാണേണ്ടത്. ഓക്കെ, സോ MRVയും FRVയും തമ്മിൽ കമ്പയർ ചെയ്യുക, ഹയസ്റ്റ് വാല്യൂ എടുക്കുക. SRV തമ്മിൽ കമ്പയർ ചെയ്യുക, ലോവസ്റ്റ് വാല്യൂ എടുക്കുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ERV. ERVയും ആക്ച്വൽ റെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യുക. ആക്ച്വൽ റെൻറ്റ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആക്ച്വൽ റെൻറ്റ് നമുക്ക് എന്ത് മൈനസ് ചെയ്യാം? അൺറിയലൈസ് റെൻറ്റ് മൈനസ് ചെയ്യാം. കമ്പയർ ചെയ്തിട്ട് ചെയ്തെടുക്കണം, ഹയസ്റ്റ് വാല്യൂ എടുക്കണം. ആ ഹയസ്റ്റ് വാല്യൂ നമുക്ക് എന്ത് മൈനസ് ചെയ്യാം? വേക്കൻസി പീരീഡിലെ ലോസ് മൈനസ് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് ഗ്രോസ് ആനുവൽ വാല്യൂ. ഓക്കെ, സോ പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. വെൻ ഡീലിംഗ് വിത്ത് റെൻ്റൽ പ്രോപ്പർട്ടി, ഇഫ് ദ റെൻറ്റ് കളക്റ്റഡ് സർപാസസ് ദ ഫെയർ റെൻ്റൽ വാല്യൂ സെറ്റ് ബൈ ദ മുനിസിപ്പാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളുടെ വെൻ ഡീലിംഗ് വിത്ത് റെൻ്റൽ പ്രോപ്പർട്ടി, ഒരു വീട് വാടക കൊടുത്ത് ഇഫ് ദ റെൻറ്റ് കളക്റ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? ആക്ച്വൽ റെൻറ്റ് അല്ലേ, ആക്ച്വൽ റെൻറ്റ് റിസീവബിൾ സർപാസസ് ദ ഫെയർ റെൻ്റ് വാല്യൂ, ദാറ്റ് ഈസ് FRV. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെയർ റെൻ്റൽ വാല്യൂ ആക്ച്വൽ റെൻറ്റും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏതാ കൂടുതൽ? ആക്ച്വൽ റെൻ്റാണ് കൂടുതൽ. ഓക്കെ, ദാറ്റ് ഈസ് ഇതാണ് കൂടുതൽ. ദാറ്റ് ഈസ് ഫെയർ റെൻ്റൽ വാല്യൂ സെറ്റ് ബൈ ദ മുനിസിപ്പാലിറ്റി വിച്ച് സം ഈസ് യൂസ്ഡ് ഇൻ ടാക്സ് കാൽക്കുലേഷൻ. നമ്മൾ ഏതെടുക്കും? ആക്ച്വൽ റെൻറ്റും FRVയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണോ ഹയസ്റ്റ് വാല്യൂ ആ വാല്യൂ എടുക്കും. ഓക്കെ, സോ ദ ഹയർ ഓഫ് ദ ആക്ച്വൽ റെൻറ്റ് ഓർ ഫെയർ റെൻ്റൽ വാല്യൂ ഇത് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏതാണോ വലുത് അതെടുക്കും. അതായത് FRV ആണോ വലുതെങ്കിൽ അതെടുക്കും, ആക്ച്വൽ റെൻ്റ് ആണോ വലുതെങ്കിൽ അതെടുക്കും. സോ നമുക്ക് ആക്ച്വൽ റെൻറ്റ് എടുക്കുമെന്നോ അല്ലെങ്കിൽ FRV എടുക്കുമെന്നോ നമുക്ക് നേരിട്ട് പറയാൻ പറ്റില്ല. രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് ഹയർ എടുക്കും. ദ ഹയർ ഓഫ് ദ ആക്ച്വൽ റെൻറ്റ് ഓർ ഫെയർ റെൻ്റ് വാല്യൂ. ഇവിടെ നോക്കി നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞാണല്ലേ, അതായത് ഫെയർ റെൻ്റൽ വാല്യൂ ഇവിടെ എന്തുണ്ട്? ആക്ച്വൽ റെൻ്റ് ഉണ്ട്. ഓക്കെ, നമ്മളിവിടെ കമ്പയർ ചെയ്തപ്പോൾ ഏതെടുക്കണേ? ഇവിടെ നമ്മൾ നോക്കുക ലാസ്റ്റ് ഏത് നോക്കണം? ഹയസ്റ്റ് വാല്യൂ ആണ് ARV ആയിട്ട് എടുക്കുക. ഓക്കെ, സോ ഹയസ്റ്റ് വാല്യൂ ആണ് എടുക്കുന്നത്. വെൻ എ പ്രോപ്പർട്ടി ഈസ് റെൻറ്റഡ് ഔട്ട്, ടാക്സ് ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ വിച്ച് എവർ എമൗണ്ട് ഈസ് ഹയർ ബിറ്റ്വീൻ ദ ആക്ച്വൽ ആൻഡ് റിസീവ്ഡ് ആൻഡ് ഫെയർ റെൻ്റൽ വാല്യൂ ഡിറ്റർമൈൻഡ് ബൈ ദ മുനിസിപ്പൽ അതോറിറ്റി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത് തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ആൻസർ കൂടി നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് അവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.